വിളി വന്നപ്പോൾ ഞാൻ സുരേന്ദ്ര സാറെ വിളിച്ചു. സാറ് എന്നെ ഇങ്ങനെ പ്രോഗ്രാമിനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്തപ്പോൾ അവിടെ പോയിട്ട് പറയാന്ന് വെച്ചു. നിന്റെ തനത് എന്താണോ അത് പറഞ്ഞാൽ മതി, അവരാഗ്രഹിക്കുന്നത് അത് തന്നെ. നമ്മളെപ്പോലത്തെ ആളുകളെ ചേർത്ത് പിടിക്കുന്നില്ലടാ അവര്, അത് തന്നെയല്ലേ നമുക്ക് ഏറ്റവും വലുത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. പിന്നെ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏറെ അഭിമാനം തോന്നി. കാരണം ഞാൻ സംസ്കാര വകുപ്പിലെ ഒരു എളിയ ജീവനക്കാരനാണ്, തൃശ്ശൂരിലാണ് വർക്ക് ചെയ്യുന്നത്. കേരള ലളിത അക്കാദമി എന്നാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര്. ആ അക്കാദമിയുടെ ഒട്ടുമിക്ക പുസ്തകങ്ങളും എഴുതിയതും ഒട്ടുമിക്ക പരിപാടികളിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന ആളുമാണ് സുരേന്ദ്ര സാർ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ കഴിയുക, അതുപോലെ പ്രഗത്ഭരായ അനേകം ആളുകൾ വേദിയിലുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ എന്നെ ക്ഷണിച്ചതിലുള്ള ഏറ്റവും ഹൃദയസ്നേഹം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ ആരാധനായ അധ്യക്ഷൻ, അതോടൊപ്പം ഉദ്ഘാടകൻ, മുഖ്യ പ്രഭാഷണം നടത്തിയ സുരേന്ദ്ര സാറ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, SYSന്റെ 32ാം സാഹിത്യോത്സവത്തിൻ്റെ ഈ നിറഞ്ഞ വേദിയിൽ തനത് കലാരൂപങ്ങളെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എളിയ കലാകാരനാണ് ഞാൻ. ഒരർത്ഥത്തിൽ പൊന്നാനിയുടെയും എടപ്പാളിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ചരിത്രമൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാലും പഴയകാലത്തെ പുരാണ വാണിഭവും വാവ് വാണിഭവമൊക്കെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അച്ഛൻ്റെ കൈ പിടിച്ച് പുരാണ വാണിഭത്തിന് നടന്നു വന്ന കാലത്തെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഞാൻ ഈയിടെ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരി പാപ്പിനിപ്പാറയിലുള്ള അമ്പിയാക്ക എന്ന് പറയുന്ന ഒരു കാരണവരുടെ അടുത്ത് പോയിട്ട് ഒരു പാട്ട് പഠിക്കാൻ പോയി. നമ്മുടെ കാരണവന്മാരൊക്കെ കേട്ടിരിക്കാം, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അതിനെക്കുറിച്ച് അറിയുമെന്ന് അറിയില്ല. കോളാമ്പി പാട്ട്. കല്യാണത്തലേന്ന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അവരുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു പരിപാടി, മൈലാഞ്ചി കല്യാണം പോലെ തന്നെ. അത് പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടൻ കലാസംസ്കാരവും മാപ്പിള കലാസംസ്കാരവും ഒരേ മരത്തിൻ്റെ ചില്ലകളാണ്. അതിനു മുമ്പ് ഞാൻ വടകര കുഞ്ഞിരാമൻ നമ്പ്യാരും അസീസ് തരുവണയും പ്രൊഫസർ MN കാരശ്ശേരിയുമൊക്കെ കൊണ്ടുവന്ന മാപ്പിള രാമായണം ഞാൻ പഠിച്ചു. മാപ്പിള രാമായണത്തോടൊപ്പം തന്നെ വയനാട്ടിലെ പണിയ വിഭാഗക്കാർക്കിടയിലും കുറുമ വിഭാഗക്കാർക്കിടയിലും കുറിച്ച വിഭാഗക്കാർക്കിടയിലും രാമായണം ഉണ്ടെന്ന് കണ്ടെത്തുകയും അത് പഠിക്കാനുള്ളൊരു പുറപ്പാടിലുമാണ്. എന്തൊക്കെയായിരുന്നാലും ഇതെല്ലാം തന്നെ ഇടചേർന്ന് കിടക്കുന്നത് കൊണ്ട് കലോത്സവ വേദികളിലൊക്കെ, സംസ്ഥാന തലത്തിലും യൂണിവേഴ്സിറ്റി ഇൻ്റർസോൺ കലോത്സവ വേദികളിലൊക്കെ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് ധാരാളം ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടാറുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ പരിപാടികൾക്ക് വിധികർത്താവായും ഒക്കെ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടായ്മകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂട്ടായ്മകളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരുപറ്റ മനുഷ്യ സ്നേഹികളുടെ ഈ സാഹിത്യോത്സവം ഏറ്റവും വൻ വിജയമായി തീരട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മലയാളികൾ ചേർത്ത് പിടിക്കലിന് നമ്മളോളം ഒരാളും വരില്ല. അതൊരു ഉദാഹരണമാണല്ലോ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ കോഴിക്കോട്ടെ കർണാടിക്കലിലെ അർജുൻ എന്ന ചെറുപ്പക്കാരൻ
തൻ്റെ ലോറിയുമായി മണ്ണിനടിയിൽ പെട്ടുപോവുകയും കുറേ ദിവസം അർജുനെ നമ്മളെല്ലാം തേടിക്കൊണ്ടേയിരുന്നു. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ അർജുനെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ എവിടെ അർജുൻ എന്ന് നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലായി നമ്മുടെ തൊട്ട ജില്ലയിൽ നമ്മളെല്ലാം നടുക്കിക്കൊണ്ട് വയനാട്ടില് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടി അവിടെ വിറ്റവരും ഉടയവരുമായ ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ പെട്ടുപോയി. കുറേ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു, കിടപ്പാടം നഷ്ടപ്പെട്ടു, തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്ക് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് തിരുവാലിയും കൂടെ ഈ സ്ഥലമൊന്ന് സന്ദർശിക്കാനിടയായി. ദുരന്തമുണ്ടായി ഒരു 6 ദിവസങ്ങൾക്ക് ശേഷം അവിടെ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ, ഒരു പ്രത്യേക രീതിയിൽ ആരെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടു. അപ്പം ചെറുപ്പക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. കുറേ ആളുകൾ അങ്ങനെ വേദനയോടെ തിരച്ചിലും ഓട്ടവും പാച്ചിലും ഒക്കെ ആണെങ്കിലും ഈ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സുഹൃത്തെ നിങ്ങളുടെ പ്രശ്നം ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ബത്തേരിക്കാരനാണ്, ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി, മുണ്ടക്കൈയിലായിരുന്നു അവളുടെ വീട്. അവളെ വിവാഹം കഴിക്കാൻ പലതവണ വീട്ടുകാരുമായി ആലോചന നടത്തിയിട്ടും എനിക്ക് അവളെ വിവാഹം കഴിച്ചു തന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ പെൺകുട്ടിയും അവളുടെ വീട്ടുകാരും അടക്കം ഒലിച്ചുപോയി. ഞങ്ങൾ അയാളെ സമാധാനിപ്പിച്ച് അയാളുടെ നമ്പറൊക്കെ വാങ്ങി 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. 8 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചു, അവരുടെ വീട്ടുകാരെ ചെറിയ ചെറിയ പരിക്കുകളോടെ കൽപ്പറ്റയിലെ ആശുപത്രിയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള തേടലുകളായിരുന്നു. അവളെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ചേട്ടാ, ഞാനിനിയിപ്പോൾ ശവങ്ങൾ കുളിപ്പിക്കുന്ന ചടങ്ങിൽ ഏർപ്പെടാൻ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് ആണുങ്ങളുടെ ശവങ്ങൾ കുളിപ്പിക്കുന്ന ചടങ്ങിൽ ഏർപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സമാധാനിപ്പിച്ചു, എവിടെയെങ്കിലും ഒരു പരുക്കുമില്ലാതെ അവളെ നിനക്ക് തിരിച്ചു കിട്ടും. പക്ഷെ നമ്മുടെ ചാലിയാറിലൂടെയൊക്കെ ശരീരാവശിഷ്ടങ്ങൾ ഒലിച്ചു വരുന്നത് കൂട്ടിക്കെട്ടി കൽപ്പറ്റയിലേക്ക് മേപ്പാടിയിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊക്കെ ഓടിപ്പോയി നോക്കും ഈ ചെറുപ്പക്കാരൻ. സ്ത്രീകളുടെ ശവങ്ങൾ കുളിപ്പിക്കുന്ന സ്ഥലത്ത് പറഞ്ഞേൽപ്പിച്ചു, ഇത്തരത്തിലൊരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ, ഒരു നോക്ക് കാണാനാന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഞങ്ങളെ വിളിക്കുകയാണ്. ചേട്ടാ, എന്നെ വിളിച്ചു, ചേട്ടാ അവളെ ചില്ലറ പരുക്കുകളോടെ മാനന്തവാടിയിൽ ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി കണ്ടിട്ട് വരികയാണ്. വലിയ സന്തോഷമായി. അപ്പോൾ ഞാനും എൻ്റെ സുരേഷ് ഏട്ടനും തിരുവാലിയിലുള്ള സുരേഷ് ഏട്ടനും കൂടെ ഒരു പാട്ട് പാടി. അത് നമുക്കൊന്ന് നേരിട്ട് പാടണം, എല്ലാവരും ചേർന്ന് പാടണം. എത്ര കാലം നാമിനി ഇവിടെയുണ്ടാകും, എത്ര കാലം നാമിനി ഇവിടെയുണ്ടാകും, നിലാവിൻ്റെ നാട്ടില് പാൽനിലാവിൻ ചോട്ടില് നമുക്കൊന്നിച്ചിരുന്നൂടെ, എൻ്റെ കൈ പിടിച്ചൂടെ, ഒരു പാട്ട് പാടിയൂടെ, ഈ കാറ്റേറ്റൂടെ, കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ, എത്ര കാലം നാമിനി ഇവിടെയുണ്ടാകും, എത്ര കാലം നാമിനി ഇവിടെയുണ്ടാകും. നമ്മൾ എത്ര കാലമാണ് ഇവിടെ ഉണ്ടാകാൻ ഒരു ഉറപ്പും നമുക്കില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഏതെങ്കിലും നീറുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ജാതിയോ മതമോ കൊടിയോ ഒന്നും നോക്കാറില്ല. നമ്മളെല്ലാവരും ഒന്നാണ് അല്ലേ? നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നല്ലേ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഒന്നാണ് നമ്മൾ. നമ്മളൊന്നാണ്. അങ്ങനെ നമ്മൾ ഒന്നാവണമെങ്കിൽ നമ്മൾ പങ്കുവെക്കണം. എന്തൊക്കെയാ പങ്കുവെക്കാം? നമ്മൾ പങ്കിടും വാക്കുകൾ, നമ്മൾ പങ്കിടും വാക്കുകൾ, നമ്മൾ പങ്കിടും സ്വപ്നങ്ങൾ, നമ്മൾ പങ്കിടും ജീവിതങ്ങൾ. കൈകൾ കോർത്തു ഒന്നായി
കൂട്ടുകാരെ എൻ്റെ കൂടെ